വാരപ്പെട്ടി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ നവീകരിച്ച റോഡ് നാടിന് സമർപ്പിച്ചു. 30 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് ലത്തീൻ പള്ളിപ്പടി കുടമുണ്ട റോഡ് നവീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാരപ്പെട്ടി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ലത്തീൻ പള്ളിപ്പടി കുടമുണ്ട റോഡ് നവീകരിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് 2023 മുതൽ 2 ടേമിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ അനുവദിച്ച് നവീകരിച്ച ലത്തീൻ പള്ളിപ്പടി കുടമുണ്ട റോഡാണ് നാടിന് സമർപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 30 ലക്ഷം രൂപ ചെലവഴിച്ച് വളരെ മനോഹരമായി നവീകരണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ വലിയ അഭിമാനവും സന്തോഷവും. ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നിട്ടാണ് ഈ റോഡ് സാധ്യമാക്കിയത്. എനിക്കറിയാം, ചേച്ചി കഴിഞ്ഞ ഈ വർഷത്തെ അല്ല, 2023-24 വെച്ച ഫണ്ടാണ്. 23-24 വെച്ച പദ്ധതി നമുക്ക് സാധ്യമാകുന്നത് നവീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴാണ്. അതിന് കാരണം ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. ഈ റോഡിന്റെ ഒന്ന്, ഈ ടാറിംഗ് വർക്ക് എടുക്കാൻ ഇപ്പോൾ ആളില്ലാത്തൊരു പ്രശ്നമുണ്ട്. 4-5 വട്ടം ടെൻഡർ ചെയ്താലാണ് ടാറിംഗ് വർക്കുകൾ ആളുകൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ആളുകളുടെ കൈയും കാലും പിടിപ്പിച്ചിട്ടാണ് നമ്മൾ ടാറിംഗ് വർക്കുകൾ കരാറുകാരെ കൊണ്ട് എടുപ്പിക്കുന്നത്. വർക്ക് എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന, സൈറ്റിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പോസ്റ്റ് മാറ്റുന്ന പ്രശ്നം, അതിൽ പോസ്റ്റ് മാറ്റാൻ 2.5 ലക്ഷം രൂപ എന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഒരു ട്രാൻസ്ഫോമർ മാറ്റാൻ 2,58,000 രൂപ എന്ന് പറഞ്ഞു. പക്ഷെ 30 ലക്ഷമാണ് വലുതെന്നുള്ളതുകൊണ്ട് 2,58 പോയാലും നമുക്ക് റോഡ് വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ 2,58,000 എന്തായാലും ഇതിന് കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ അതിന് കൂടി ഒരു ഫണ്ട് വകയിരുത്തിച്ചാണ്. ചടങ്ങിൽ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ക്ഷേമകാര്യ സ്ഥിര സമിതി ചെയർപേഴ്സൺ ദീപ ഷാജു, വാർഡ് മെമ്പർമാരായ PP കുട്ടൻ, ബേസിൽ യോഹനാൻ, ഷജി ബസി, KK ഹുസൈൻ, ST കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ എവിലിൻ, TP മർക്കോസ്, PS നജീബ്, ഹാൻസി പോൾ, പീറ്റർ വള്ളക്കാട്ട്, OM ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധിയായ പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, വഴി നടക്കില്ല, പോകില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെയുള്ള നാട്ടുകാരുടെ, പ്രത്യേകിച്ച് ST കോൺവെന്റ് അടക്കം, നമ്മുടെ ലത്തിപ്പള്ളിയിലെ അച്ഛനടക്കം, ഇവിടെ എല്ലാവരുമായി സംസാരിച്ചപ്പോഴെല്ലാം പൂർണ്ണമായി ഈ വഴിക്ക് ഒരു തടസ്സവും കൂടാതെ നടക്കുമെന്ന കാര്യങ്ങൾ ഉണ്ടായി. അതിനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പിന്നീട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സൂചിപ്പിച്ചു. ഏതായാലും വളരെ സന്തോഷം എന്ന് പറയുന്നത്, ഈ മേഖല ഒരു വികസനത്തിന്റെ കുതിപ്പിലാണ്. ഈ ബോയ്സ് ടൗൺ ലത്തിപ്പള്ളി മുതൽ കുടമുണ്ട വരെ. മീഡിയ സൃഷ്ടി, കോതമംഗലം.